ജോസഫേ, ജോസഫേ, മോനെ ഭയന്നിട്ട് പള്ളി പോവാ. സാമേ, മോനെ പള്ളി പോയേ. എന്നിട്ട് അമ്മന്ന് പോയേ ഓർക്കം കളയാനായിട്ട്. രാത്രി 2 മണി 3 മണി വരെ ഫോൺ നോക്കിയിരിക്കും. എന്നിട്ട് നീ എന്നോട് ദേഷ്യപ്പെടണം. ദേ ഫോൺ ഞാൻ വാങ്ങി വെക്കൂട്ടോ. ശരി ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പൊ അങ്ങോട്ട് ചെല്ലൊന്ന് പോയി തരാവോ? ഞാൻ പോവാണ്, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. അമ്മ ഞാൻ പള്ളിയിൽ പോട്ടാ. ജോസഫ് ഒന്ന് നിന്നേ മോനെ. എന്താ സ്ഥല? അല്ല ജോസഫ്, നിനക്ക് സോഷ്യൽ മീഡിയയില് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയാമോ? അറിയാ സ്ഥലം. എന്തിനാ? അതിനുവേണ്ടി സിസ്റ്റർ വിളിച്ചേ. നമുക്ക് വിശുദ്ധന്മാരെ കുറിച്ചൊക്കെ അവരുടെ ഫോട്ടോസും ചരിത്രമൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് വിശുദ്ധന്മാരെ കുറിച്ചൊക്കെ അറിയാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാ. എനിക്ക് വിശുദ്ധന്മാരെ പറ്റൊന്നും അറിയില്ല. അതൊന്നും മോൻ പേടിക്കണ്ട, സിസ്റ്റർ പറഞ്ഞുതരാം. എല്ലാനും വിശുദ്ധന്മാരെ കുറിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും എന്താ ചെയ്യുന്നത് സിസ്റ്റർ പറഞ്ഞുതരാം കേട്ടാ. എനിക്ക് 20 എണ്ണം ഉണ്ട്. 35 എണ്ണം ഉണ്ടെങ്കിലാണ് നമുക്ക് CLC ടൂർ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രം ഞാൻ CLCക്ക് രാവിലെ എനിക്ക് വരാം. അതൊക്കെ ജോസഫ് 62 അറ്റൻഡൻസ് എന്താല്ലേ? എടാ, ഇനി നിനക്ക് അച്ഛനാവാനാകാനാണ് ആഗ്രഹം? അച്ഛനാവാൻ ആഗ്രഹമുണ്ട്, ജോലി മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ജോസഫ് എനിക്കൊക്കെ ജീവിതത്തിനെ കുറിച്ച് എത്ര പ്ലാനുകളാ. ഇതൊക്കെ ഞാൻ വെറുതെ അങ്ങ് ജീവിക്കാം. നമ്മള് ജീവിക്കുമ്പോൾ ഒരു ലക്ഷ്യം കാണും. അത് നമ്മളെ നേടിയെടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ട് മോനെ. അതൊക്കെയാണ് ഒരു സന്തോഷം. പല്ല് വെച്ചിരുന്നു. ഞാൻ പള്ളി പോയിട്ടൊന്നുമില്ല. ചായ എടുത്ത് വെച്ചേക്കണം, കഴിക്കും. ഒരാൾ ഇതേ പള്ളി പോയി വന്നു. ഇവൻ ഇപ്പോഴും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം എക്സാം ആണ്. നിനക്ക് എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടോ? എനിക്കറിയാം എന്റെ കാര്യം നോക്കാൻ. മര്യാദയ്ക്ക് പല്ല് വയ്ക്കാൻ സമയക്ക്. ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് നേരത്താണോ ഈ ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ തോന്നി എന്റെ തമ്പുരാനെ. ആ മക്കളെ, വാ ഡ്രസ് മാറിയിട്ട് വാ, ചായ കുടിക്കാം. എന്താ സമയം? അമ്മ ചായക്ക് എന്താ? എന്റെ മോനെ, ഞാൻ ഈ അടുക്കളയിൽ നിന്ന് ഫോൺ എടുക്കാൻ പറ്റുന്ന ദൂരം ഉണ്ടോ നിനക്ക് ഇവിടെ വന്ന് ചായ കുടിക്കാൻ? അല്ല പിന്നെ. താഴെ വരെ പോണല്ലോ. അല്ല, നീ നിന്റെ ചേട്ടനെ പോലെ എപ്പോഴും ഫോൺ നോക്കിയിരിക്കണോ? അല്ല ചെയ്യുന്നിപ്പോ സിസ്റ്റർ ഒരു കാര്യം പറഞ്ഞോ. CLCക്ക് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാക്കാൻ പറയായിരുന്നു. അത് ചെയ്യാം. അത് ശരി. എന്ന് പറയുമ്പോ എന്താണ് അതിനകത്ത് ഇപ്പൊ എന്താ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ സിസ്റ്റർ പറഞ്ഞത്? വിശുദ്ധന്മാരുടെ ഫോട്ടോയൊക്കെ അതിന്റെ അകത്ത് പോസ്റ്റ് ചെയ്യാൻ. ഓ കൊള്ളാം കൊള്ളാം. അപ്പൊ ഏത് വിശുദ്ധനാ? കാർലോ കീറ്റോസ്. ഈ കുട്ടികളുടെയൊക്കെ വിശുദ്ധൻ. ഈ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ച് പരിശുദ്ധ കുർബാനയും ഒക്കെ അവരുടെ ഭക്തിയൊക്കെ വർദ്ധിപ്പിച്ച വിശുദ്ധൻ അല്ലേ? കൊള്ളാം.
മോനെ സാമന് ഓൺലൈൻ ക്ലാസ്സാണോ പറഞ്ഞത്? മോനൊന്ന് പോയി നോക്കിയേ ചേട്ടായി അവിടെ എന്നാ എടുക്കണേന്ന്. ചേട്ടൻ ഓൺലൈൻ ക്ലാസ്സിലൊന്നുമല്ല, അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. ആണോ? ഇതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യാ? പള്ളി പോവില്ല, പ്രാർത്ഥനയ്ക്കില്ല, ഫുൾ ടൈം ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ശരിയാവോ? അടുത്ത മാസമാണ് അവന് പരീക്ഷയ്ക്ക് അവൻ എന്തെഴുതാനും ഒരക്ഷരം പഠിച്ചിട്ടില്ല, ഫുൾ ടൈം ഫോണിൽ തന്നെയാ. ഇളയവനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിക്കുന്നു മനസ്സിലാക്കാം, വായിക്കുന്ന കാണുന്നുണ്ട്. ഫോൺ ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഫോണൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ അവൻ പഠിച്ചു. അതപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഐഡിയ ഉണ്ട്. എന്താ മോനെ, ഇത് ചെയ്യാൻ പറ്റും. അമ്മ എന്റെ ഫോൺ പൊട്ടി. അതിന് നന്നായി പോയി, ദൈവത്തിന് നന്ദി. എനിക്കിപ്പോ തന്നെ പുതിയ ഫോൺ വേണം. എന്റെ എവിടുന്ന കാശ്? പോയി അപ്പനോട് പറയടാ. എനിക്കിപ്പോ തന്നെ പുതിയ ഫോൺ മേടിച്ചു. എന്റെ കയ്യിൽ കാശില്ല, പോയി അപ്പനോട് പറ. അപ്പൊ എന്റെ ഫോൺ പൊട്ടി, എനിക്കൊരു പുതിയ ഫോൺ വേണം മേടിച്ചാട്ടെ. ഇല്ല, എന്റെ പൈസ ഇല്ല. ഇതെല്ലാം കാര്യങ്ങളോട് നടത്താനുള്ള കറണ്ട് ഗ്യാസ് അടച്ചിട്ടില്ല, നിങ്ങളുടെ ഫീസ് അടച്ചിട്ടില്ലല്ലോ. ഇതൊക്കെ ചെയ്യണ്ടേ? എനിക്ക് നന്നാക്കിയിരുത്താ. അതിന്റെ പൈസ ഇല്ല, അടുത്ത ആഴ്ച എന്റെ പൈസ കിട്ടുള്ളൂ. എടാ നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ? ഒന്നുമില്ലടാ. എനിക്ക് തന്നെ അറിയാം എന്തോ പ്രശ്നമുണ്ട് നിനക്ക്. ഞാൻ ഒരു ദിവസം രാത്രി ഇങ്ങനെ കണ്ടോണ്ടിരിക്കണ ഞാൻ ഫോൺ എന്റെ കയ്യിൽ നിന്ന് വീണാണോ അതോ ആരെ പൊട്ടിച്ചാണോന്ന് അറിയില്ല. ഫോണിന്റെ സ്ക്രീൻ ഉൾപ്പെടെ തവിട് പൊടി. ഇപ്പൊ എന്താ ചെയ്യാ? നീക്ക് കുറച്ച് കാശ് തരും പുതിയ ഫോൺ മേടിക്കാൻ. എന്റെ എവിടെ നിന്നാണ് കാശ്? ഞാൻ വല്ല പണിക്കും പോണ്ട. നീ ഒട്ടും തരില്ലാതെ എനിക്കറിയാം, ഞാൻ വെറുതെ ചോദിച്ചതാ. എന്റെ പൈസ ഇല്ല, പൈസ ഉണ്ടേ തന്നെ. മോനെ എന്നാ ചായ കുടിച്ചു. അതെന്താ? നിങ്ങളിപ്പോ രാവിലെ ഞാൻ ഫോൺ എന്റെ പൊട്ടിയിട്ട് മേടിച്ചല്ലോ ചോദിച്ചപ്പോ മേടിച്ചൊന്നുമില്ലല്ലോ. അതൊന്നും നടക്കണ കാര്യം എന്താ? അതൊന്നും എടാ, ഫോണിന്റെ നിനക്ക് ആവശ്യത്തിന് ഫോൺ നമ്മുടെ വീട്ടിലില്ലേ? ഞങ്ങളുടെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലേ? സ്കൂളിലെ ക്ലാസ് കാണാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഉപയോഗിക്കാൻ പാടില്ലേ? വിളിക്കണമെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എന്തിനാ ഈ ഫോണിന്റെ കാര്യം നിന്ന് ഇത്ര വാശി പിടിക്കുന്നതിനാ? ഞങ്ങളുടെ കാലത്തൊന്നും നമുക്ക് ഫോണൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. വെറുതെ ഓരോ വാശി എന്തിനാ? അതിന്റെ ആവശ്യമില്ല എനിക്ക്. ചായ എനിക്കിപ്പോ ഫോൺ മേടിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല, ഞാൻ പറഞ്ഞല്ലോ. അതെന്ത് ഇങ്ങനെ വൈകിട്ട് നമ്മൾ എന്താ ചെയ്യാ? ഒരു ദിവസം പോണാടില്ലേ? നമുക്ക് അച്ഛനോടൊന്ന് പറഞ്ഞു നോക്കിയാലോ? അച്ഛൻ വന്ന് ഒന്ന് പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നാലോ? നമ്മളോട് ഈ തട്ടിക്കയറണമല്ലോ. അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞാലോ? അതാ എനിക്ക് പേടി. എന്ത് വരട്ടെ, ഒരു അച്ഛനല്ലേ, അപ്പൊ ചിലപ്പോൾ പ്രാർത്ഥിച്ച ശരിയായാലോ? എന്നാ അങ്ങനെ ചെയ്തു നോക്ക്. ഒന്ന് പറയാമോ? അങ്ങനെയാണെങ്കിൽ നാളെ പണിക്ക് പോകുമ്പോൾ നാളെ ഞാൻ രാവിലെ പോയി അച്ഛനോട് ഒന്ന് പറഞ്ഞു നോക്ക്. അങ്ങനെ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ വരട്ടെ. നമ്മുടെ ജോസഫിന്റെ അമ്മച്ചിയല്ലേ? അതെ, അറിയാമോ? ആ ജോസഫിനെ എനിക്കറിയാം. ജോസഫ് പള്ളിയിലൊക്കെ വരുന്ന ആളല്ലേ? ആണോ? അവനൊരു ചേട്ടനില്ലേ, സാം? അവനെന്ത് ചെയ്യാ? അവനിപ്പോ കാണുന്നില്ല പള്ളിയില്. അവന് കഴിഞ്ഞ ബർത്ത്ഡേക്ക് അവന് പപ്പ ഒരു ഫോൺ വാങ്ങി കൊടുത്തു. അത് കഴിഞ്ഞ ദിവസം താഴെ വീണ് പൊട്ടിപ്പോയി. അത് പിന്നെ ആള് റൂമിൽ കയറി വാതിലടച്ചിരിക്കണം, പ്രാർത്ഥനയ്ക്കും വരില്ല, ആരോടും മിണ്ടില്ല. ഭയങ്കര സങ്കടത്തിലാണ്. അച്ഛനൊന്ന് അവനെ ഒന്ന് കാണാൻ വരാമോ? തീർച്ചയായിട്ടും ഇന്ന് ഞാൻ വൈകിട്ട് വരാം. ഇന്ന് വൈകിട്ട് ശരി അച്ഛൻ. ശരി കേട്ടോ, പ്രാർത്ഥിക്കാം. രാവിലെ പോയിട്ട് അച്ഛനെ കാണാൻ പറ്റിയായിരുന്നോ? ഞാൻ അച്ഛനെ കണ്ടു. ഓ
അച്ഛൻ എന്താ പറഞ്ഞത്? അച്ഛൻ പറഞ്ഞു വൈകുന്നേരം സമയം പോലെ ഇറങ്ങാമെന്നാണ് പറഞ്ഞത്. കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ വരും. വരാം. ശരി. എന്തൊക്കെയാണ് വിശേഷങ്ങള്? എല്ലാം സുഖം തന്നെ അച്ഛാ. സുഖമായിട്ടിരിക്കുന്നല്ലേ? പിന്നെ രാവിലെ വന്നപ്പോ അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചല്ലോ. അപ്പൊ അതാണ് ഞങ്ങളിപ്പോ നേരിടുന്ന ഒരു വലിയ എന്താ പറയാ ഒരു വിഷമം. പുറത്തൊന്നും ആരോടും പറയാൻ പറ്റാത്ത ഒരു വിഷമമുള്ള ഒരു കാര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. സാമിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. പള്ളിയിൽ വരാനൊന്നും അങ്ങനെയൊന്നും ആ രീതിയിലൊന്നും ഒക്കെ വിട്ടുപോയിച്ചാ. അത് ആ രീതിയൊന്നുമല്ല. എനിക്കിപ്പോ ആരും കാണണ്ട, ആരും കാണാൻ മൂടുമില്ല. ആദ്യമായിട്ട് വന്നല്ല അച്ഛൻ, വാ ഒന്ന് പെട്ടെന്ന്. എന്നാ ഞാൻ വരാം. വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? അതെ, ഈ ഫോണായിരുന്നു അവന്റെ ലോകം. സ്കൂള് വിട്ടാ വീട്ടിലെത്തും, മുറിയിൽ ഒന്ന് ഫോൺ എടുക്കുക. അപ്പൊ ഫുൾ ടൈം ഫോണിൻ്റെതാണ്. ഈ ഇടയ്ക്ക് ഫോണൊന്ന് പൊട്ടിപ്പോയി. അതോടെ അവനത് അങ്ങ് ഉടനെ മേടിച്ച് എന്നോടൊരു വാശിയായി. അത് പറ്റില്ല എന്ന് പറഞ്ഞതോടുകൂടി ആളൊരു വയലന്റ് ആവുന്ന പോലെ ഒരു പ്രത്യേക അവസ്ഥയായി. എന്റെ വിശേഷം? ക്ലാസ്സിലേക്ക് പോകുന്നുണ്ടോ? എന്ത് പറ്റി നിനക്ക്? എന്റെ ഫോൺ തറ വീണ് പൊട്ടി. ഞാൻ ഫോൺ അഡിക്റ്റ് ആയിരുന്നു. നമുക്കൊക്കെ ഫോൺ ഉപയോഗിക്കുന്നത് പഠനാവശ്യങ്ങൾക്കോ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വിളിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫോൺ ഉപയോഗിക്കേണ്ട സാധാരണഗതിയിൽ. എൻ്റെ പാഠ്യേതര വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ നെറ്റ് സെർച്ച് ചെയ്യാനോ അതിൽ നോട്ട്സ് എടുക്കുവാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഫോൺ ഉപയോഗിക്കുന്നത്. നീ +2 വരെ ആയിട്ടുള്ളൂ. ഇനിയും നമുക്ക് ഇഷ്ടം പോലെ സമയം എടുക്കുന്നുണ്ട് ജീവിതത്തിൽ. ഇപ്പം അത്യാവശ്യത്തിന് ഫോൺ ഉപയോഗിക്കുക. നമ്മൾ ഫോൺ ഉപയോഗിച്ച് തുടങ്ങി അതിന് അഡിക്റ്റായിട്ട് നമുക്ക് ഒരിക്കലും മാറാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഈ +2 വളരെ ഈ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ വിഷയമാണ്. +2 ഇല്ലായെങ്കിൽ നമുക്ക് ഒരിടത്തും എല്ലാ കോഴ്സിൻ്റെയും ആധാര ബേസ് എന്നത് 10ാം ക്ലാസ്സും +2ആണ്. അതുകൊണ്ട് നീ നന്നായിട്ട് പഠിക്കണം. നീ തൊട്ട് പള്ളിയിൽ വരണം എല്ലാ ദിവസവും. കുർബാനയ്ക്ക് രാവിലെ കുർബാനയ്ക്ക് വന്ന് കുർബാനയോടുകൂടി നിൻ്റെ ജീവിതം ആരംഭിക്കണം. നിൻ്റെ അനിയൻ ജോസഫ് എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നുണ്ടല്ലോ. അതുപോലെ നീ എല്ലാ ദിവസവും പള്ളിയിലേക്ക് വരിക. നിൻ്റെ അപ്പനമ്മയ്ക്ക് നീ മൂത്ത മകനാണ്. അപ്പം നീ അനിയനെ മാതൃകയും അപ്പനമ്മയ്ക്ക് വലിയ പ്രതീക്ഷയാണ് സ്വാമിന്. അതുകൊണ്ട് സ്വാമിനെ മുതൽ പള്ളിയിൽ വരാനും അനിയന് മാതൃകയാകാനും അവർക്കൊരു പ്രതീക്ഷയായിട്ട് നീ മാറണം. നമുക്ക് ഈ തെറ്റുകളൊക്കെ പറ്റാം, പക്ഷെ അത് തിരുത്തി മുന്നോട്ട് വരാം. അപ്പോൾ നമുക്ക് ഇത് വിജയം നേടാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കൂലേ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വാമി നല്ല കുട്ടിയായിട്ട് വളരണം. എല്ലാ ദിവസവും പള്ളിയിലൊക്കെ വരണം. പഠന കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പച്ചനും അമ്മച്ചിയൊക്കെ നല്ല സ്നേഹിച്ച് അവരോട് ആദരവോടുകൂടി നല്ല മകനായിട്ട് വളരണം. അല്ലേ? ശരി, സ്നേഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. മക്കളെ, ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷം ക്ലാസ്സിലെ? കുഴപ്പമുണ്ടായില്ല. എനിക്ക് നാളെ മിനി വേൾഡ് കപ്പ് ഒക്കെ ഉണ്ട്. ഞങ്ങളെ സ്കൂളിലൊന്നുമില്ല. അത് പിന്നെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ മുതിർന്ന ക്ലാസ് അല്ലേ, അപ്പോ കുറച്ചുകൂടി ഗൗരവം കൊടുക്കുന്ന ക്ലാസ് ആയതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇല്ലാത്തത്. എനിക്ക് നാളെ CLCയുടെ ഒരു വിശുദ്ധന്മാരെ പറ്റി ഒരു സാധനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ചേട്ടൻ സഹായിക്കുമോ? പിന്നല്ലേ സഹായിക്കണം. അമ്മ ഞാൻ ഒന്ന് പോയി കിടക്കാട്ടോ. നാളെ എനിക്ക് CLCക്ക് പള്ളിയിൽ പോകാൻ വേണ്ടി പോണെങ്കിൽ നേരത്തെ എത്തിക്കണം കേട്ടോ. ശരി മോനെ, ശരി മോനെ, വിളിക്കാം. എന്നെ വിളിക്കണോട്ടാ. അപ്പൊ അവന് ഒത്തിരി മാറ്റം വന്നു അല്ലേ? ശരിക്കും അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച ഉപദേശങ്ങളൊക്കെ കൊടുത്തു പോയ പിന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവില്ല ജീവിതത്തിൽ. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. അതുപോലെ ഇപ്പൊ ഫോണിന്റെ കാര്യമൊന്നും അവൻ ചോദിക്കുന്നില്ല. ഫോണില്ലാതെ ജീവിക്കാനും അതോടൊപ്പം നമ്മുടെ ഒപ്പം ഇത്രയും നേരിട്ട് വർത്താനം പറയാനും പറ്റിയില്ലേ, പ്രാർത്ഥിക്കാനും പറ്റി. നാളെ പള്ളിയിൽ കൊണ്ടുവന്നത് എന്റെ ഉള്ളാങ്കട് സന്തോഷമായി. എനിക്കും ഭയങ്കര സന്തോഷമായി അത് കേട്ടത്.